എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസിന് CBSE NCERT ടെക്സ്റ്റിലെ സയൻസിലെ 10ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്റർ ആണ്. എന്താണ് കെമിക്കൽ റിയാക്ഷൻ? അപ്പൊ നിങ്ങൾ മുന്നത്തെ ക്ലാസ്സുകളിൽ 9ാം ക്ലാസ്സിലൊക്കെ കെമിക്കൽ ചേഞ്ച്, ഫിസിക്കൽ ചേഞ്ച് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? അപ്പൊ എന്താണ് കെമിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ ഫിസിക്കൽ ചേഞ്ച്? ഈ പറയുന്ന ചേഞ്ചുകൾ, അതായത് കെമിക്കൽ ആയാലും ഫിസിക്കൽ ആയാലും ഒക്കെ എന്തിന്റെ ബേസിസിലാണ്? ഒരു സബ്സ്റ്റൻസിനെ അതെങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ള ബേസിസിലാണ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിസിക്കൽ ചേഞ്ചസ് ആൻഡ് കെമിക്കൽ ചേഞ്ചസ് ലൈസ് ഇൻ ഹൗ സബ്സ്റ്റൻസസ് ആർ എഫക്റ്റഡ്. ഓക്കെ, അപ്പൊ എന്താണ് ഫിസിക്കൽ ചേഞ്ച്? ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ അതിന്റെ അപ്പിയറൻസില് അല്ലെങ്കിൽ സ്മെല്ലില് അല്ലെങ്കിൽ ഒരു ഡിസ്പ്ലേയില് ചേഞ്ച് ഉണ്ടാവും. പക്ഷെ ആ സബ്സ്റ്റൻസിന്റെ കെമിക്കൽ കോമ്പോസിഷൻ അതേപോലെ തന്നെ ഇരിക്കും. അങ്ങനെയുള്ള ചേഞ്ച് ആണ് ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. ആ സമയത്ത് കെമിക്കൽ ചേഞ്ച് എന്താണ്? കെമിക്കൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ ആ നമ്മളിപ്പോ ഒരു സബ്സ്റ്റൻസിന്റെ കെമിക്കൽ ചേഞ്ച് നടന്നു എന്ന് പറയുമ്പോൾ ആ സബ്സ്റ്റൻസിന് രൂപമാറ്റം, ഭാവമാറ്റം ഒക്കെ സംഭവിച്ച് അത് വേറൊരു കോമ്പൗണ്ട് ആയിട്ട് മാറാണ്. അതിന്റെ കോമ്പോസിഷനിൽ തന്നെ വ്യത്യാസം വരികയാണ്. അതാണ് കെമിക്കൽ ചേഞ്ച്. അല്ലേ? അതിന്റെ ടെക്സ്റ്റ് ഒരു ഫിസിക്കൽ റിയാക്ഷൻ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം നമുക്ക് മാറ്റാം. അതിന്റെ ടെക്സ്ചർ, കളർ, ടെമ്പറേച്ചർ അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. അല്ലാതെ അതിന്റെ കോമ്പോസിഷന് വ്യത്യാസം വരില്ല അല്ലെ? അന്നേരം ഒരു മുട്ടയൊക്കെ എടുത്ത് നമ്മൾ ഒരു ബുൾഷേക്ക് ആക്കി കഴിഞ്ഞാലോ അതിന് ടെമ്പറേച്ചർ നമ്മൾ കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് അതിന്റെ കളർ മാറുന്നുണ്ട്, അതിന്റെ മണത്തിന് വ്യത്യാസം വരുന്നുണ്ട് അല്ലേ? അപ്പൊ അതെന്താ പറയുന്നത്? അതൊരു കെമിക്കൽ ചേഞ്ച് ആണ്. അതായത് ഇത് മൊത്തത്തിൽ രൂപമാറ്റം സംഭവിച്ചു, അത് വേറൊരു ഇതായിട്ട് മാറി. അപ്പൊ അതാണ് കെമിക്കൽ ചേഞ്ച്. ശരി, ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം. എന്താണ്? ഒരു മഗ്നീഷ്യം റിബൺ. മഗ്നീഷ്യം റിബൺ എന്ന് പറയുമ്പോൾ മഗ്നീഷ്യത്തിന്റെ റിബൺ. ഈ റിബണിനെ നമ്മൾ ഓക്സിജന്റെ പ്രസൻസിൽ ബേൺ ചെയ്യുമ്പോൾ എന്ത് പറ്റും? മഗ്നീഷ്യം ഓക്സൈഡ് ആയിട്ട് ഫോം ചെയ്യും. എനിക്ക് പടത്തിൽ കാണാം അല്ലെ? ഒരു മഗ്നീഷ്യം റിബൺ കത്തുമ്പോൾ ഒരു വൈറ്റ് കളർ ഫ്ലെയിം ഉണ്ടാവുന്ന കണ്ടൂടെ? കണ്ടോ? അപ്പൊ ഈ ശരിക്കും എന്താ ഉണ്ടാവുന്നത്? മഗ്നീഷ്യം റിബൺ കത്തുമ്പോൾ മഗ്നീഷ്യവും ഓക്സിജനും ആയിട്ട് ചേർന്നിട്ട് മഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറഞ്ഞിട്ട് ചാരം, ആ ഇത് കത്തിത്തീരുമ്പോൾ വരുന്ന ചാരം എന്ന് പറയുന്നത് മഗ്നീഷ്യം ഓക്സൈഡ് ആണ്. ഓക്കെ, അതുപോലെ വേറൊരു കെമിക്കൽ റിയാക്ഷൻ നോക്കാം നമുക്ക്. അപ്പൊ ഇതൊക്കെ കെമിക്കൽ റിയാക്ഷൻ ആണ്. കാരണം ഇവിടെ ആയാലും ഒരു റിബൺ ആയിരുന്നു, അത് കത്തിച്ചു കഴിഞ്ഞപ്പോ എന്ത് പറ്റി? അത് ചാരായി പോയി അല്ലെ? അതുപോലെ ഇപ്പൊ ഇവിടെ ഒരു റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ കണ്ടോ, രണ്ട് ബീക്കറിലായിട്ട് കളർ ഒന്നും ഇല്ലാത്ത രണ്ട് സബ്സ്റ്റൻസ്, ഒന്ന് പൊട്ടാസ്യം അയോഡൈഡും ഒന്ന് ലെഡ് നൈട്രേറ്റും അല്ലെങ്കിൽ ലെഡ് അസറ്റേറ്റ്. അപ്പോ ഇവിടെ ഇപ്പൊ ലെഡ് അസറ്റേറ്റ് ആവാം അല്ലെങ്കിൽ ലെഡ് നൈട്രേറ്റ് ആവാം, ഏതായാലും കുഴപ്പമില്ല. അപ്പൊ എന്താ പറ്റുക? പൊട്ടാസ്യം അയോഡൈഡും അത് സൊല്യൂഷനിലാക്കിയിട്ട് ഒഴിച്ചു കഴിയുമ്പോൾ എന്ത് പറ്റും? ആ, കണ്ടോ, ഒരു യെല്ലോ കളറ് ഫോം ചെയ്ത് വരുന്നത്. അപ്പോ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട്, ഇപ്പൊ ലെഡ് നൈട്രേറ്റ് ആണെങ്കിൽ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് എന്ത് പറ്റുന്നു? ഒരു ലെഡ് അയഡൈഡ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു കോമ്പൗണ്ട് ഫോം ചെയ്യാണ് അല്ലെ? അപ്പൊ പുതിയൊരു കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ കളർ മാറി, അതിന്റെ ഒരു രൂപം തന്നെ മാറി. അതായത് പൊട്ടാസ്യം അയോഡൈഡ് ആയിരുന്നത് ലെഡ് അയോഡൈഡ് ആയിട്ട് മാറി. ഒരു കെമിക്കൽ റിയാക്ഷൻ അവിടെ നടന്ന് പുതിയൊരു കോമ്പൗണ്ട് ഫോം ചെയ്തു. ഓക്കെ, അപ്പോ നമുക്കിപ്പോ ഈ പറയുന്ന ഇക്വേഷനുകളെ എങ്ങനെ എഴുതാം, അതാണ് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ വേർഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ മഗ്നീഷ്യം ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് മഗ്നീഷ്യം റിബൺ കത്തുമ്പോൾ മഗ്നീഷ്യം ഓക്സൈഡ് ഫോം ചെയ്തു എന്ന് നമ്മൾ നേരത്തെ കണ്ടു അല്ലെ? അപ്പോ ഈ മഗ്നീഷ്യം ഓക്സിജനുമായിട്ട് ചേർന്ന് മഗ്നീഷ്യം ഓക്സൈഡ് ഫോം ചെയ്യുന്നത് നമ്മൾ എഴുതുന്നത് കണ്ടു, മഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ, ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് മഗ്നീഷ്യം ഓക്സൈഡ്. അപ്പൊ ഇതിനകത്ത് മഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ, മഗ്നീഷ്യം ഓക്സിജനാണ് ആദ്യം ഉണ്ടായിരുന്നത്. അപ്പൊ അവരാണ് റിയാക്ടൻസ്. അത് കഴിഞ്ഞിട്ട് ഇവര് രണ്ടുപേരും കൂടെ റിയാക്ട് ചെയ്തപ്പോ എന്താ ഉണ്ടായേ? ഒരു പ്രോഡക്റ്റ് ഉണ്ടായി അല്ലെ? മഗ്നീഷ്യം ഓക്സൈഡ് അവർ കത്തി തീർന്നപ്പോ വന്ന ചാരം, ആ ചാരമാണ് പ്രൊഡക്റ്റ്. അതാണ് മഗ്നീഷ്യം ഓക്സൈഡ്. അപ്പൊ റിയാക്ട് ചെയ്യുന്നവരാണ് റിയാക്ടൻസ്. അതായത് ആദ്യമേ ഉണ്ടായിരുന്ന അവർ രണ്ടുപേരും കൂടി ചേർന്നപ്പോ ഉണ്ടായി വന്നതാണ് പ്രൊഡക്റ്റ്. അപ്പൊ നോക്കാം, ഒരു വേർഡ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ റിയാക്ടൻസ് എങ്ങനെ പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നു എന്നുള്ളത് നമ്മൾ കാണിക്കുകയാണ്.
ഇനി റിയാക്ടൻസ് ആർ റിട്ടൺ ഓൺ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഇടത് വശത്താണ് എപ്പോഴും റിയാക്ടൻസ് എഴുതുക, വലത് വശത്ത് RHSലാണ് എപ്പോഴും നമ്മൾ പ്രോഡക്റ്റ് എഴുതുക. അതുപോലെ റിയാക്ടൻസ് രണ്ടിലോ അതിലധികമോ ഉണ്ടെങ്കിൽ ഒരു പ്ലസ് സൈൻ ഇട്ടിട്ട് ഇടയിൽ നമ്മളൊരു പ്ലസ് സൈൻ ഇടും. ഇപ്പൊ ഈ മഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ എഴുതിയത് കണ്ടോ, പ്ലസ് ഓക്സിജൻ എഴുതിയത് കണ്ടോ, അതുപോലെ ഒരു പ്ലസ് സൈൻ ഇട്ടിട്ട് എഴുതും. അതുപോലെ പ്രൊഡക്റ്റ് ആവുന്നത്, അപ്പൊ ഈ റിയാക്ടന്റിന്റെയും പ്രൊഡക്റ്റിന്റെയും നടുക്ക് നമ്മളൊരു ആരോ മാർക്ക് ഇടും. ആരോ മാർക്ക് എങ്ങോട്ട് പോകുന്നത്, റിയാക്ടന്റിൽ നിന്ന് പ്രൊഡക്റ്റിലേക്ക് എന്നുള്ള ഡയറക്ഷനിലായിരിക്കും, എപ്പോഴും പ്രൊഡക്റ്റിന്റെ ഡയറക്ഷനിലായിരിക്കും ആരോ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇനി വേർഡ് ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ഇനി കെമിക്കൽ ഇക്വേഷൻസ് ഇതുപോലെ വലുതാക്കി വലുതാക്കി എഴുതുന്നതിലും എളുപ്പമായിട്ട് നമുക്ക് കെമിക്കൽ ഫോർമുലകൾ വെച്ച് എഴുതാം. അതായത് ഇപ്പൊ ഇവിടെ മെഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ എന്ന് മുഴുവനായിട്ട് എഴുതുന്നതിന് പകരം ഇതിന്റെ കെമിക്കൽ ഫോർമുല യൂസ് ചെയ്യാം. അപ്പൊ എങ്ങനെയാ വരിക, Mg+O2 gives MgO. മെഗ്നീഷ്യം ഓക്സൈഡിന് MgO എന്നാണ് പറയാ, മെഗ്നീഷ്യത്തിന് Mg എന്നാണ്. നിങ്ങൾക്ക് അറിയണ്ടാവല്ലോ, നമ്മൾ പഠിച്ചിട്ടുണ്ട് കെമിക്കൽ ഫോർമുലകൾ. അപ്പൊ ഓക്സിജൻ O2. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഒരു കെമിക്കൽ ഇക്വേഷനെ റെപ്രസെന്റ് ചെയ്യുക ഒരു റിയാക്ഷനിൽ. മനസ്സിലായോ? ശരി, ഇപ്പൊ ഇതിന്റെ താഴെ ഞാൻ എഴുതിയിട്ടുണ്ട് സ്കെൽറ്റൽ കെമിക്കൽ ഇക്വേഷൻ ഫോർ ബേണിംഗ് ഓഫ് മെഗ്നീഷ്യം ഇൻ എയർ. അതെന്താ ഈ സ്കെൽറ്റൽ കെമിക്കൽ ഇക്വേഷൻ? അതായത് നമ്മൾ എപ്പോഴും ഒരു റിയാക്ഷൻ എഴുതുമ്പോൾ അതിന്റെ ഇടതുവശത്ത്, അതായത് ഇടതുവശത്ത് എപ്പോഴും എന്താ ഉണ്ടാവുക, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ റിയാക്ടൻസ് ആയിരിക്കും, റൈറ്റ് ഹാൻഡ് സൈഡിൽ പ്രോഡക്ട്സ് ആയിരിക്കും. പക്ഷേ ഇതിൽ രണ്ട് സൈഡിലും നമ്പർ ഓഫ് ആറ്റംസ് എപ്പോഴും ഈക്വൽ ആയിരിക്കണം. അതായത് ഇപ്പുറത്തെ വശത്ത് എത്ര നമ്പർ ഓഫ് ആറ്റംസ് എത്ര എലമെന്റ്സിനുണ്ടോ അത്രയും ഈച്ച് എലമെന്റിന്, അതായത് ഇപ്പൊ ഓക്സിജൻ 2 ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും തന്നെ എണ്ണം റൈറ്റ് ഹാൻഡ് സൈഡിലും ഉണ്ടാവണം. അങ്ങനെയാണ്. അപ്പോൾ നമ്പർ ഓഫ് ആറ്റംസ് രണ്ട് സൈഡിലും ഒരേപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ ഇക്വേഷൻസിനെ നമ്മൾ ബാലൻസ്ഡ് ഇക്വേഷൻ എന്ന് പറയുള്ളൂ. അപ്പൊ ഇപ്പൊ ആറ്റംസ് ഡിഫറെന്റ് ആണെങ്കിൽ എന്ത് പറയും, ആ ഇക്വേഷൻ അൺബാലൻസ്ഡ് ആണ് അല്ലെ. ഇപ്പൊ ഒരു അൺബാലൻസ്ഡ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് മാസ് രണ്ട് സൈഡിലും സെയിം അല്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ ഒരു ഇക്വേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്കെൽറ്റൽ കെമിക്കൽ ഇക്വേഷൻ. കണ്ടോ, ഇപ്പൊ ഇതിന്റെ ഈ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ മെഗ്നീഷ്യം 1 ഉണ്ട്, ഓക്സിജൻ 2 ഉണ്ട് റിയാക്ടൻസിന്റെ സൈഡില്. പക്ഷെ അതിന്റെ പ്രൊഡക്റ്റിന്റെ സൈഡിൽ നോക്കുമ്പോഴോ മെഗ്നീഷ്യം 1 തന്നെയാണുള്ളത്, പക്ഷെ ഓക്സിജനും 1 ഉള്ളൂ. അന്നേരം ഇവിടെ എത്ര ഉണ്ട്, 2 ഉണ്ട്. അപ്പൊ ഇത് ബാലൻസ്ഡ് ആയില്ലല്ലോ. ബാലൻസ്ഡ് ആണെങ്കിൽ ഇപ്പുറത്തും 2 ഓക്സിജൻ വേണം, ഇപ്പുറത്തും 2 ഓക്സിജൻ വേണം. പക്ഷെ ഇപ്പൊ ഇവിടെ റിയാക്ടന്റെ സൈഡിൽ 2 ഓക്സിജനും പ്രൊഡക്റ്റിന്റെ സൈഡിൽ ഒരു ഓക്സിജനേ ഉള്ളൂ. അപ്പൊ ഈ റിയാക്ഷൻ ഇത് ശരിക്കും ഒരു ബാലൻസ്ഡ് ഇക്വേഷൻ അല്ല. അപ്പൊ അതിന് നമ്മൾ പറയുന്നതാണ് ഒരു സ്കെൽറ്റൽ കെമിക്കൽ ഇക്വേഷൻ എന്നുള്ളത്. ഓക്കെ, ഇനി ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്താ? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എല്ലാം ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിന്റെ ബേസിസിലാണ്. അതായത് മാസ് neither be created nor destroyed in a chemical reaction. അപ്പൊ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ റിയാക്ട് ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റും അത്രയും തന്നെ വേണം, ഒന്നും നശിച്ചു പോകുന്നില്ലല്ലോ. അപ്പൊ ഈ ടോട്ടൽ മാസ് ഓഫ് എലമെന്റ്സ് പ്രൊഡക്റ്റിന്റെ സൈഡിലും ഒരു കെമിക്കൽ റിയാക്ഷന്റെ പ്രൊഡക്റ്റിന്റെ സൈഡിലും ഉള്ളതും ടോട്ടൽ മാസ് ഓഫ് എലമെന്റ്സിന്റെ റിയാക്ടന്റെ സൈഡിലുള്ളതും ഈക്വൽ ആയിരിക്കണം. അല്ലെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഈച്ച് എലമെന്റ് സെയിം ആയിരിക്കണം ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ റിയാക്ഷൻ. എപ്പോഴും ഈ റിയാക്ട് ചെയ്യുന്ന എലമെന്റ്സിന്റെ മാസും പ്രൊഡക്റ്റ് ഫോം ചെയ്തിരിക്കുന്ന അതിന്റെ മാസും സെയിം ആയിരിക്കണം എന്നർത്ഥം. ഓരോ എലമെന്റും എത്ര എണ്ണാണ് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത് അത്രയും തന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും വേണം. ശരി, നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം. സിങ്ക് പ്ലസ് സൾഫ്യൂരിക് ആസിഡ് ഗിവ് സിങ്ക് സൾഫേറ്റ് പ്ലസ് ഹൈഡ്രജൻ. അത് ആദ്യം എഴുതിയിരിക്കുന്നതാണ് അതിന്റെ ആദ്യം എഴുതിയിരിക്കുന്നതാണ് നമ്മുടെ വേർഡ് ഇക്വേഷൻ. അത് കഴിഞ്ഞ് രണ്ടാമത് നമ്മൾ എഴുതിയിരിക്കുന്നതാണ് അതിന്റെ കെമിക്കൽ ഇക്വേഷൻ. ഇതിപ്പോ എങ്ങനെയാണ്, ഇത് സ്കെൽറ്റൽ ഇക്വേഷൻ ആണോ അതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള കെമിക്കൽ ഇക്വേഷൻ ആണോ, എങ്ങനെയാ നമുക്ക് അറിയാൻ പറ്റുക? നമുക്ക് എണ്ണി നോക്കാം അല്ലെ. സിങ്ക് എത്ര ഉണ്ട് അതില്, സിങ്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരെണ്ണം, റൈറ്റ് ഹാൻഡ് സൈഡിലോ ഒരെണ്ണം. ഇനി H2 ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എത്ര ഉണ്ട്, H2 എന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലെ. ഹൈഡ്രജന്റെ 2 ഉണ്ട്. റൈറ്റ് ഹാൻഡ് സൈഡിൽ നോക്കുമ്പോഴും ഇവിടെ 2 ഉള്ളത്. അപ്പൊ അതും ശരിയാണ്. ഇനി എസ് എന്താ, സൾഫർ എത്ര ഉണ്ട്, ഒരെണ്ണം. റൈറ്റ് ഹാൻഡ് സൈഡിലും ഒരെണ്ണം തന്നെ. ഓക്സിജൻ 4 ഉണ്ട്, ഇവിടെയും 4. അപ്പൊ ഇത് ശരിക്കും എന്ത് ഇക്വേഷനായി, ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആയി അല്ലേ. ഇങ്ങനെയാണ് എപ്പോഴും ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഉണ്ടാവുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള
എലമെന്റ്സിന്റെ അത്രയും എണ്ണം തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിലുണ്ടോ, അല്ലെങ്കിൽ അത്രയും മാസ് തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിലുണ്ടോ. ശരി. അപ്പൊ നമുക്കിനി ഇത് എങ്ങനെ എഴുതാന്ന് പഠിക്കാം. ഇപ്പൊ എല്ലാ ഇക്വേഷനും ഇതുപോലെ കറക്റ്റ് ആയിട്ട് വരണം എന്നില്ലല്ലോ. ഒരു സ്കെൽറ്റൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അതിനെ ഒരു ബാലൻസ്ഡ്, ഒരു നോർമൽ അൺബാലൻസ്ഡ് ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് അതിനെ ബാലൻസ്ഡ് ഇക്വേഷൻ ആക്കി എടുക്കാം എന്ന് നോക്കാം. അപ്പൊ ഇനി ആദ്യം ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എഫ് എന്ന് പറയുന്നത് അയേൺ ആണ്. അയേൺ പ്ലസ് H2O എന്താണ്, വാട്ടർ അല്ലേ, എല്ലാം ചേർന്നിട്ട് എന്താ പറയുന്നത്, അയേൺ ഓക്സൈഡ് Fe3O4ഉം H2 ഹൈഡ്രജൻ ഗ്യാസും ആണ് ഫോം ചെയ്യുന്നത്. ഇതാണ് ഒരു ഇക്വേഷൻ. അപ്പൊ ആദ്യം നമുക്ക് ഇതിനകത്ത് സ്റ്റെപ്പ് 1 എന്താണ്, ഈ ഇക്വേഷനെ ബാലൻസ് ചെയ്യാനായിട്ട് ആദ്യം എല്ലാത്തിനെയും ഓരോ ബോക്സുകളിലാക്കാം അല്ലെ. ആദ്യം രണ്ട് റിയാക്ടൻസിനെ ഓരോ ബോക്സുകളിലാക്കാം. രണ്ട് പ്രോഡക്ട്സ് ഉണ്ട്, നമുക്ക് അതിനെ ബോക്സുകളിലാക്കാം. എന്നിട്ട് ഇനി എത്ര എണ്ണം വീതം ഉണ്ട് രണ്ട് സൈഡിലും എന്ന് നോക്കാം. ഇപ്പൊ അയേൺ എടുക്കുകയാണ്. അയേൺ എടുക്കുമ്പോൾ അയേൺ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരെണ്ണേ ഉള്ളൂ, റൈറ്റ് ഹാൻഡ് സൈഡിൽ 3 എണ്ണം ഉണ്ട്. അപ്പൊ തന്നെ മനസ്സിലായി ബാലൻസ്ഡ് അല്ല ഇക്വേഷൻ എന്ന്. ഇനി ഹൈഡ്രജൻ എടുത്താലോ, ഹൈഡ്രജൻ ഇവിടെ 2 എണ്ണം, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ റിയാക്ടൻസിന്റെ സൈഡിൽ 2 എണ്ണം, റൈറ്റ് ഹാൻഡ് സൈഡിൽ പ്രോഡക്റ്റ് സൈഡിലും 2 എണ്ണം. അപ്പൊ അത് കറക്റ്റ് ആണ്. ഓക്സിജൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോ ഒരെണ്ണം, റൈറ്റ് ഹാൻഡ് സൈഡിലോ 4 എണ്ണം ഉണ്ടല്ലേ. അപ്പൊ അതും ശരിയല്ല. ഇവിടെ ഒരെണ്ണം അവിടെ 4 എണ്ണം ആവുമ്പോ കറക്റ്റ് അല്ലല്ലോ. അപ്പൊ അതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എല്ലാ എലമെന്റും എടുത്തിട്ട് അത് എത്ര എണ്ണം വീതം ഉണ്ട് റൈറ്റ് ഹാൻഡ് സൈഡിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും ഒന്ന് എഴുതുക. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്, നമുക്കിനി ഇതിനെ ബാലൻസ് ചെയ്യാൻ നോക്കാം. എങ്ങനെയാ ബാലൻസ് ചെയ്യാം, ഒരു കോമ്പൗണ്ട്, ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് എടുക്കാം. ഒരു റിയാക്ടന്റ് ആവാം, അതല്ലെങ്കിൽ പ്രൊഡക്റ്റ് ആവാം. ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട്, ഇപ്പൊ പൊതുവില് ഏറ്റവും കൂടുതൽ ആറ്റംസ് ഉള്ള ഒരു കോമ്പൗണ്ട് ഏതാണോ അത് എടുക്കാം. ഇപ്പൊ ഈ ഒരു കേസിൽ ഏറ്റവും കൂടുതൽ ആറ്റംസ് ഉള്ളത് Fe3O4 ആണ്, അയൺ ഓക്സൈഡിനാണ്. അപ്പൊ നമുക്ക് ആ ഒരു കോമ്പൗണ്ടിനെ തന്നെ എടുക്കാം. അതിൽ തന്നെ ഓക്സിജൻ ആണ് ഏറ്റവും കൂടുതലുള്ളത് അല്ലെ, അതായത് 4 എണ്ണം ഉണ്ട്. അപ്പൊ അതെടുക്കാം. അപ്പോ റൈറ്റ് ഹാൻഡ് സൈഡിൽ 4 എണ്ണവും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരെണ്ണമാണുള്ളത്. അപ്പൊ ആദ്യം ഒരു H2Oയും, അപ്പൊ ഇനീഷ്യല് എന്താ ഉണ്ടാവുന്നത്, റിയാക്ടൻസിൽ ഒരെണ്ണേ ഉള്ളൂ, പ്രൊഡക്ട്സിൽ 4 എണ്ണം ഉണ്ട്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റിയതില്, ബാലൻസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ നോക്കുമ്പോ രണ്ട് സൈഡിലും ഇവിടെ ഒരു 4 ഹൈഡ്രജൻ H2Oന്റെ ഫ്രണ്ടിൽ ഒരു 4 ഇട്ട് കൊടുക്കാം. H2Oന്റെ ഫ്രണ്ടിൽ ഒരു 4 ഇട്ട് കൊടുക്കുമ്പോ എന്ത് പറ്റും, 4 ഒരു അയോണും 4 H2Oയും കൂടെ ചേർന്നിട്ട് എന്ത് പറ്റും, Fe3O4. അപ്പൊ രണ്ട് സൈഡിലും 4 എണ്ണമായി, ഓക്സിജൻ 4 എണ്ണമായി. അപ്പൊ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, ആ ഹൈഡ്രജൻ കറക്റ്റ് ആയിട്ടാണ് ഇരുന്നിരുന്നത്, ഇപ്പൊ ഇവിടെ തെറ്റിപ്പോയില്ലേ. ഇപ്പൊ 4x2 6 ഹൈഡ്രജൻ ആയി ലെഫ്റ്റ് ഹാൻഡ് സൈഡില്, 2 ഹൈഡ്രജനേ ഉള്ളൂ റൈറ്റ് ഹാൻഡ് സൈഡിൽ. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്ക് ഓക്സിജൻ ആണ് ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ ഓക്സിജന്റെ കാര്യത്തില് നമ്മൾ H2O എന്ന് പറഞ്ഞിട്ട് നേരെ പോയിട്ട് ഓയിന്റെ അടുത്ത് പോയിട്ട് 4 ഇടാൻ പാടില്ല. അല്ലെങ്കിൽ H2Oനെ മൊത്തത്തിൽ ബ്രാക്കറ്റിൽ ഇട്ട് അതിന്റെ ബാക്കിൽ പോയിട്ട് 4 ഇടാൻ പാടില്ല. എപ്പോഴും അതിന്റെ ഫ്രണ്ടിലാണ് 4. കണ്ടോ, 4H2O ഇങ്ങനെയാണ് എഴുതാൻ പാടുള്ളൂ. നമ്മൾ ഒരിക്കലും അതിന്റെ ഫോർമുല മാറ്റാൻ പാടില്ല. നമുക്ക് നമ്പറുകൾ ഇതിന്റെ മുന്നിൽ ഇട്ടിട്ട് ബാലൻസ് ചെയ്യാം ഇക്വേഷൻ. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഫോർമുലകൾ എഴുതിയാൽ മാത്രമാണ് നമുക്കത് കറക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഒരു ഓക്സിജൻ ബാലൻസ്ഡ് ആയി, നമ്മൾ എടുത്ത സാധനം ബാലൻസ്ഡ് ആയി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്, അടുത്തത് അയണും ഹൈഡ്രജനും ഇപ്പോഴും ബാലൻസ്ഡ് അല്ല, ഓക്സിജൻ മാത്രമാണ് ബാലൻസ്ഡ് ആയിട്ടുള്ളത്. അപ്പൊ ഇനി അടുത്ത എലമെന്റ് എടുക്കാം. ഇപ്പൊ നമുക്ക് ഹൈഡ്രജൻ എടുക്കാം. ഇനി ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാം. ഇപ്പൊ 4 x 2 8 ഹൈഡ്രജൻ ആണ് ഇപ്പുറത്തുള്ളത്. പക്ഷെ ഇവിടെ എത്ര ഉണ്ട്, ഇപ്പൊ ഈ റിയാക്ഷൻ എടുക്കുമ്പോ ഇവിടെ 4 x 2 8 ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ ഓൾറെഡി 2 ഹൈഡ്രജൻ ഉണ്ടായിരുന്നു, അതിന്റെ കൂടെ 2 ഹൈഡ്രജൻ H2O എന്നാണല്ലോ വരുന്നത്. അപ്പൊ H2O 4 എണ്ണം ഉണ്ട്. ഇപ്പൊ H2O 4 എണ്ണം ഉണ്ടെന്ന് പറയുമ്പോ ഒരു H2Oല് 2 H2 ഉണ്ട്. അപ്പൊ 4 H2Oല് 4 x 2 8 H2 ഉണ്ട്. അങ്ങനെയാണ് വരിക. അപ്പോ
ഇവിടെ 8 ഇവിടെയോ? ഇവിടെ നേരത്തെ നമ്മുടെ ഇക്വേഷനിൽ വെച്ചിട്ട് ആകെ 2 ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇവിടെ ഇനി 8 തിരികെ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഒരു 4 പോലെ നമുക്ക് ഇവിടെയും ഒരു 4 നോക്കാം അല്ലെ? അപ്പൊ അവിടെ ഒരു 4 കഴിയുമ്പോ കണ്ടോ, ദേ ഇവിടെ 8 ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു 2 കൂടി ഇട്ട് കഴിയുമ്പോ 2 ഇൻറ്റു ഓൾറെഡി ഹൈഡ്രജനിൽ എത്ര H2 ഉണ്ട്? 2 H2. ഒരു 2 ഹൈഡ്രജൻ ഉണ്ട്. ഒരു ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറയുമ്പോൾ 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ H2. അപ്പൊ അതുപോലത്തെ 4 ഉണ്ടെങ്കിലോ മൊത്തം എത്ര ഉണ്ടാവും? 4 ഇൻറ്റു 2 8. അങ്ങനെ. അപ്പൊ ഇവിടെയും 8, ഇവിടെയും 8. കറക്റ്റ് ആയി. ഇനി അപ്പൊ എന്തായി? 2 ഹൈഡ്രജനും ബാലൻസ്ഡ് ആയി, നമ്മുടെ ഓക്സിജനും ബാലൻസ്ഡ് ആയി. ഇനിയുള്ളത് അയേൺ ആണ്. അയേൺ. അപ്പൊ ഇനി എന്ത് ചെയ്യാൻ പറ്റും? ആ അയേണിനെ എടുക്കാം. അയേണിനെ എടുത്തിട്ട് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ, റൈറ്റ് ഹാൻഡ് സൈഡിൽ 3 ഉണ്ട്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാ? ഇവിടെ അയേണിന്റെ മുന്നിൽ ഒരു 3 കൂടി ഇട്ട് കഴിയുമ്പോ ഇവിടെയും 3, അവിടെ 3. കറക്റ്റ് ആയി. ഓക്കെ. അപ്പൊ 3 അയേണും 4 H2Oയും കൂടെ ചേർന്നിട്ടാണ് ഒരു അയേൺ ഓക്സൈഡും 4 ഹൈഡ്രജനും ഉണ്ടാവുന്നത്. ഇപ്പോഴാണ് ഇക്വേഷൻ ബാലൻസ്ഡ് ഇക്വേഷൻ ആയത്. എല്ലാ സൈഡിലും ഒരേപോലെ. സി കണ്ടോ, ഇപ്പൊ ഇക്വേഷൻ കറക്റ്റ്ലി ബാലൻസ്ഡ് ആയില്ലേ? എല്ലാ ആറ്റവും കൗണ്ട് ചെയ്ത് നോക്കിയേ. 3 അയേൺ ഉണ്ട് 2 സൈഡിലും, 8 ഓക്സിജൻ ഉണ്ട് 2 സൈഡിലും, 8 ഹൈഡ്രജൻ ഉണ്ട് 2 സൈഡിലും, 4 ഓക്സിജൻ വീതമുണ്ട് 2 സൈഡിലും. ഈ 4 എന്ന് പറയുമ്പോൾ ഇതിന്റെ മൊത്തത്തിലാണ് വരിക. അപ്പൊ 4 H2O. 4 H2O എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 2 8 H2, 4 ഇൻറ്റു 1 4 ഓക്സിജൻ, ഇവിടെ 4 ഓക്സിജൻ. അങ്ങനെ ഈ ഒരു ഇക്വേഷൻ ബാലൻസ്ഡ് ആയി എന്ന് പറയാം. അപ്പോൾ നമ്പർ ഓഫ് ആറ്റംസ് 2 സൈഡിലും ഈക്വൽ ആയതുകൊണ്ട് ഇതിനെ എന്തെന്ന് പറയാം? ഇതിനെ എന്ത് ഇക്വേഷൻ എന്ന് പറയാൻ പറ്റും നമുക്ക്? ബാലൻസ്ഡ് ഇക്വേഷൻ എന്ന് പറയാൻ പറ്റും. അപ്പോ ഈ ഒരു മെത്തേഡ് വഴി നമ്മൾ ബാലൻസ് ചെയ്യുന്നതിനെ പറയുന്നതാണ് ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡ് എന്ന്. ഇതിൽ നമ്മൾ ഡിഫറെന്റ് എന്താ പറയാ, കുഞ്ഞു കുഞ്ഞു നമ്പറുകൾ കോഎഫിഷ്യന്റ് ആയിട്ട് ഇട്ടിട്ടാണ് ബാലൻസ് ചെയ്ത് നോക്കുന്നത്. ആദ്യം നമ്മൾ ഇട്ട് നോക്കും, എന്നിട്ട് ബാലൻസ് ചെയ്ത് നോക്കും. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇട്ട് നോക്കുന്നത് അല്ലേ? നമ്മൾ ആദ്യം ഒരു എലമെന്റ് എടുത്തു, എന്നിട്ട് അതിന്റെ വെച്ച് നോക്കി, എന്നിട്ട് അതിന്റെ പിന്നത്തെ എടുത്തു. അങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ ഓരോ നമ്പറുകൾ ഇട്ട് നോക്കിയിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ അടുത്തത് H2O ഫോം ചെയ്യുന്നത്. അത് H2ഉം O2ഉം കൂടെ ചേർന്നിട്ടാണ് H2O ഫോം ചെയ്യുക. അപ്പൊ ഇപ്പൊ അത് ബാലൻസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 2 ഹൈഡ്രജനും 2 ഓക്സിജനും കൂടെ ചേർന്നിട്ടുണ്ടെങ്കിൽ ഒരു H2O എത്രയാ? 2 ഹൈഡ്രജനും 1 ഓക്സിജനേ ഉള്ളൂ. അപ്പൊ അത് ബാലൻസ്ഡ് അല്ല. അപ്പൊ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈഡ്രജന്റെ ഫ്രണ്ടിൽ ഒരു 2ഉം ഈ H2ന്റെ ഫ്രണ്ടിൽ ഒരു 2ഉം ഇട്ടു. അപ്പൊ 4 ഹൈഡ്രജൻ 2 ഓക്സിജൻ, 4 ഹൈഡ്രജൻ 2 ഓക്സിജൻ, അങ്ങനെ കിട്ടി. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻസ് എപ്പോഴും ബാലൻസ് ചെയ്യുക. ഇത് നിങ്ങൾ ഓരോ റിയാക്ഷനുകൾ എടുത്ത് ഒരുപാട് തവണ ചെയ്ത് നോക്കിയാലാണ് പഠിക്കാൻ പറ്റുള്ളൂ ശരിക്കും. ഇനിയപ്പോ ഈ പറയുന്ന ബാലൻസ്ഡ് ഇക്വേഷൻ, ഇപ്പൊ നമ്മൾ ഈ കണ്ട ബാലൻസ്ഡ് ഇക്വേഷനിലൊന്നും എന്തില്ല, ഫിസിക്കൽ സ്റ്റേറ്റുകൾ കാണിക്കുന്നില്ല റിയാക്ടൻസിന്റെയും പ്രൊഡക്റ്റിലെയും. അപ്പൊ അതും കൂടെ കാണിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രാക്കറ്റിൽ ഇങ്ങനെ എസ് എന്ന് ഇട്ട് കഴിഞ്ഞാൽ സോളിഡ് എന്നാണ് അർത്ഥം, എൽ എന്ന് ഇട്ട് കഴിഞ്ഞാൽ ലിക്വിഡ്, ജി എന്ന് ഇട്ട് കഴിഞ്ഞാൽ ഗ്യാസ്, AQ എന്ന് ഇട്ട് കഴിഞ്ഞാൽ അക്വസ്. അതായത് വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് അക്വസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ മൊത്തം അതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ 3FeS, അതായത് അയൺ സോളിഡ് സ്റ്റേറ്റിലും, H2O ഗേഷ്യസ് സ്റ്റേറ്റിലും, അയൺ ഓക്സൈഡ് സോളിഡ് സ്റ്റേറ്റിലും, H2 ഗേഷ്യസ് സ്റ്റേറ്റിലും. അങ്ങനെയാണ് നമ്മൾ ഈ ഇക്വേഷനെ വിത്ത് ഫിസിക്കൽ സ്റ്റേറ്റ് ആഡ് ചെയ്തിട്ട് ബാലൻസ്ഡ് ഇക്വേഷൻ ആയിട്ട് എഴുതുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ H2O എന്ന് പറയുമ്പോൾ ഈ വാട്ടർ വേപ്പർ അല്ലെങ്കിൽ സ്റ്റീം ആണ്. ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള H2O എന്ന് പറയുന്നത് എപ്പോഴും എന്താ? വാട്ടർ വേപ്പർ അല്ലെങ്കിൽ സ്റ്റീമിനെയാണ് പറയാം. അപ്പൊ യൂഷ്വലി നമ്മള് ഈ പറയുന്ന ഫിസിക്കൽ സ്റ്റേറ്റ് എപ്പോഴും ഉപയോഗിക്കാറില്ല. അത്യാവശ്യമുള്ള സമയങ്ങളിൽ അത് എടുത്തു പറയേണ്ട ആവശ്യങ്ങളിൽ മാത്രമാണ് നമ്മൾ ഫിസിക്കൽ സ്റ്റേറ്റ് ഉപയോഗിക്കുക. ഇനി ചില റിയാക്ഷനുകളിൽ ടെമ്പറേച്ചർ, പ്രഷർ അല്ലെങ്കിൽ കാറ്റലിസ്റ്റുകൾ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഇതുപോലെ ഇക്വേഷൻ ഇട്ടിട്ട് ആ ഇക്വേഷന്റെ കൂടെ തന്നെ എഴുതും. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ്. ഈ ഒരു റിയാക്ഷൻ എടുക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് അത് ഗ്യാസ് +2H2, അതും ഗ്യാഷ്യസ്,
ആരോ മാർക്കിന്റെ മുകളിൽ ഒരു 340 ATM എന്ന് എഴുതിയിരിക്കുന്നത് 340 അറ്റ്മോസ്ഫിയർ എന്നാണ്. എന്ന് വെച്ചാല് 340 അറ്റ്മോസ്ഫിയറിക് പ്രഷറിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് ദാ ഇത് ഫോം ചെയ്യും, ഈ ഒരു കോമ്പൗണ്ട് CH3OH എഥനോൾ ഫോം ചെയ്യുമെന്ന് എഴുതിയിരിക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ വേറൊരു റിയാക്ഷൻ ആണ് ഈ ഫോട്ടോസിന്തസിന്റെ റിയാക്ഷൻ. ഇതിനകത്തും ഇതുപോലെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടെ അക്വസ് സ്റ്റേറ്റിലുള്ള കാർബൺ ഡൈ ഓക്സൈഡും ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വാട്ടറും കൂടെ റിയാക്ട് ചെയ്ത് അതെങ്ങനെയാ സൺലൈറ്റിന്റെയും ക്ലോറോഫിലിന്റെയും പ്രസൻസിലാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് അത് സൺലൈറ്റ് ക്ലോറോഫിലിന് ആരോയിന്റെ സൈഡിലും മുകളിലും താഴെയായിട്ട് എഴുതിയിരിക്കുന്നത്. എന്താ ഫോം ചെയ്യുന്ന അക്വസ്, അതായത് വാട്ടർ ഫേസിലുള്ള ഗ്ലൂക്കോസും വാട്ടർ ഫേസിലുള്ള ഓക്സിജനും ലിക്വിഡ് വാട്ടറും ഫോം ചെയ്യുന്നു എന്നാണ് ആ റിയാക്ഷൻ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ പല രീതിയിൽ ഒരുപാട് ഇൻഫർമേഷൻ കൊടുത്ത് വളരെ പ്രിസൈസ് ആയിട്ട് കെമിക്കൽ റിയാക്ഷനുകൾ എഴുതാൻ പറ്റും. അതാണ് നമ്മളിപ്പോ പഠിച്ചത്. ഇനി ഇതിന്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ശരി.